ജോർജിയയിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് ഞാനുള്ളത്. ഇന്റർനാഷണൽ ബ്ലാക്ക് സീ യൂണിവേഴ്സിറ്റി. ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ടിബിലിസിയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന വളരെ ടോപ്പ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ഇന്റർനാഷണൽ ബ്ലാക്ക് സീ യൂണിവേഴ്സിറ്റി. നമ്മൾ നോർമലി ജോർജിയയിലുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ എടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്യാമ്പസ് അല്ലെങ്കിൽ ക്യാമ്പസ് ലൈഫ് കിട്ടുന്ന യൂണിവേഴ്സിറ്റികൾ വളരെ വളരെ കുറവായിരിക്കും. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇന്റർനാഷണൽ ബ്ലാക്ക് സീ യൂണിവേഴ്സിറ്റി. ദെൻ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ബ്ലാക്ക് സീ യൂണിവേഴ്സിറ്റിയിൽ ഫീസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് $4,800 മാത്രമാണ് നമുക്ക് വർഷം ഫീസ് വരുന്നത്. അതായത് നമ്മൾ എൻറ്റയർ ടിബിലിസി എടുക്കുന്ന സമയത്ത് ഏറ്റവും ബഡ്ജറ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇന്റർനാഷണൽ ബ്ലാക്ക് സീ യൂണിവേഴ്സിറ്റി. ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ അക്കാഡമിക് ബ്ലോക്കാണ്. സ്റ്റുഡൻസിന്റെ ക്ലാസ്സസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ദെൻ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ വിങ്, അത് കൂടാണ്ട് അക്കാഡമിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓഫീസസ്, ഡീൻ ഓഫീസ്, റെക്ടർ ഓഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബിൽഡിംഗ് വരുന്നത്. നമ്മൾ അവിടെ നിന്നാണ് എൻട്രി വരുന്നത്, ആ റോഡ് വഴി വരിക. ദെൻ എന്താണ് സ്റ്റുഡൻസിന് ഉള്ളിലോട്ട് കയറണമെങ്കിൽ സ്റ്റുഡന്റ് കാർഡ് പഞ്ച് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അകത്തോട്ട് വരാനായിട്ട് പറ്റുന്നത്. രാവിലെ ഇവിടെ എത്തിയതിനു ശേഷം ഇവിടുത്തെ ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ടുള്ള മിമി മാമിനെ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ എന്താണ് ഒരു വാം വെൽക്കമാണ് മാഡം തന്നിട്ടുണ്ടായിരുന്നത്. ദെൻ യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ ഒരു സെൻട്രൽ റീജിയനിലോട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേക്കൻറ്റ് സ്പേസ് അവരിട്ടുണ്ട്. മീൻസ് ആ സ്റ്റുഡൻസിന് ഫ്രീ ടൈമിൽ വന്നിരിക്കാനും പരസ്പരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും അത്തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒത്തിരി വേക്കൻറ്റ് സ്പേസ് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ജോർജിയ എസ്പെഷ്യലി ടിബിലിസിയിലുള്ള യൂണിവേഴ്സിറ്റികൾ എടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഇത്രയേറെ ഹ്യൂജ് ഏരിയയിൽ ഇരിക്കുന്ന യൂണിവേഴ്സിറ്റീസ് വളരെ വളരെ കുറവാണ്. 1995 നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ കറന്റ് 30 വർഷത്തെ പഴക്കമുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇന്റർനാഷണൽ ബ്ലാക്ക് സീ യൂണിവേഴ്സിറ്റി. അവിടെ സൈഡിലായിട്ട് ഇരുന്ന കുട്ടികൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട്, അത് കൂടാണ്ട് വോളിബോൾ കോർട്ട് കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു റിഫ്രഷ്മെന്റ് ഏരിയയാണ്, നമ്മുടെ കഫറ്റേരിയയും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പോർഷനിലായിട്ടാണോ വരുന്നത്. ദെൻ ഇത് നമ്മുടെ ബ്ലോക്ക് ബി ആണ്. ബ്ലോക്ക് ബിയിലാണ് നമ്മുടെ ക്ലാസ് റൂംസ് കൂടാണ്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ബ്ലോക്ക് ബിയിൽ നമ്മൾ ജസ്റ്റ് എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് വരുന്നുണ്ട്, അവിടെ പിന്നെ നമുക്ക് ATM വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഒത്തിരി സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ സ്റ്റുഡൻസിന് കാശ് എടുക്കേണ്ടതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർ പുറത്ത് പോകേണ്ട ആവശ്യമില്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അവർ ATM വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫി വൈൻഡിങ് മെഷീൻസ്, ദെൻ എന്താണ് ലബോറട്ടറീസ്, ദെൻ ഓഡിറ്റോറിയം. ഇവിടുത്തെ ഓഡിറ്റോറിയം കണ്ടിട്ട് ഞാൻ സത്യത്തിൽ എന്താണ് അമ്പരന്ന് പോയി കേട്ടോ. ബിക്കോസ് നമ്മുടെ ഒരു തിയേറ്ററിൻ്റെ അത്ര വലുപ്പമുള്ള വലിയൊരു ഓഡിറ്റോറിയം, കോൺഫറൻസ് ഹാള്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബ്ലോക്കിലായിട്ടാണ് വരുന്നത്. പിന്നെ സ്റ്റുഡൻസിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട്, യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള റേഡിയോ സ്റ്റേഷൻ, ദെൻ വീഡിയോസ് ഷൂട്ട് ചെയ്യണമെങ്കിൽ സ്റ്റുഡൻസിന് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു എന്താണ് വീഡിയോ ഷൂട്ടിംഗ് റൂം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്താണ് ബ്ലോക്ക് ബിയിലാണ് വരുന്നത്. സോ നമ്മൾ ജോർജിയയിലുള്ള ഒരു മികച്ച മെഡിക്കൽ യൂണിവേഴ്സിറ്റി, വളരെ നല്ല ക്യാമ്പസ് ലൈഫൊക്കെ അനുഭവിച്ചുകൊണ്ട് ഒരു വൺ ഓഫ് ദ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് ഇന്റർനാഷണൽ ബ്ലാക്ക് സീ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ജോർജിയയിലെ കോഴ്സിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ 6 years ആണ് നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. 6 years ഇൻക്ലൂഡിങ് ഇന്റേൺഷിപ്പ് ആണ്. വൺസ് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നാട്ടിൽ പോയതിനു ശേഷം നമ്മുടെ FMG എക്സാം എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നാട്ടിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ദെൻ ഓൾറെഡി നമ്മുടെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതുകൂടാണ്ട് ECFMG, WFME അടക്കമുള്ള എല്ലാ ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻസും ഉള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള രാജ്യങ്ങളിൽ പോയി അവരുടെ തുടർ പഠനം നടത്തുന്നതിനോ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നതിനൊന്നും യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഇല്ല. സോ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ട്യൂഷൻ ഫീസ് വരുന്നതെന്ന് പറഞ്ഞാൽ $4,800 നമ്മുടെ ട്യൂഷൻ ഫീസ് വരുന്നത്. ദെൻ നമ്മൾ ലിവിംഗ് കോസ്റ്റിലോട്ട് വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അറൗണ്ട് $350 ആണ് നമ്മുടെ പെർ മന്ത് നമ്മുടെ ഹോസ്റ്റൽ ഫുഡ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് വരുന്നത്. ഓക്കെ, സോ ജോർജിയയിൽ വൺ ഓഫ് ദ ടോപ്പ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ വളരെ ബഡ്ജറ്റീവായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ്. ബിക്കോസ് നമ്മൾ ഈ ടിബിലിസി എടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത യൂണിവേഴ്സിറ്റികളുടെയൊക്കെ ഫീസ് സ്ട്രക്ചർ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം $6,000 അല്ലെങ്കിൽ $6,500 മുകളിലാണ് നിൽക്കുന്നത്. ദെൻ സ്റ്റുഡൻസിനും പാരൻസിനുള്ള ഏറ്റവും വലിയൊരു ഡൗട്ടാണ്, അഡ്മിഷൻ എടുത്തതിന് ശേഷം അപ് ടു ദ 6th year വരെ സ്റ്റുഡൻസിന് വേണ്ട കാര്യങ്ങളൊക്കെ ആര് ചെയ്തു കൊടുക്കുമെന്നുള്ളൊരു കാര്യത്തിൽ വലിയൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. സോ നമുക്ക് ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ടിബിലിസിയിൽ നമ്മുടെ ഓഫീസ് അവൈലബിൾ ആണ്. 24/7 എന്ന രീതിയിൽ നമ്മുടെ സ്റ്റാഫും അവൈലബിൾ ആണ്. ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഉള്ള ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ മുതൽ 6th year വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഒരു അസിസ്റ്റൻസ് ഫുൾ ടൈം ഉണ്ടാവും. ഓക്കെ, വൺസ് നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളോടൊപ്പം നമ്മുടെ സ്റ്റാഫ് ഫ്ലൈ ചെയ്യുന്ന
ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ട്രാവൽ എന്നൊരു കാര്യത്തിന് അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ട്രാവൽ അസിസ്റ്റൻസും വളരെ പ്രോപ്പറായിട്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, സോ ജോർജിയയിൽ വന്നിട്ട് ഏറ്റവും മികച്ചൊരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ വളരെ ബഡ്ജറ്റീവായിട്ട് നിങ്ങൾ MBBS പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും ഇന്റർനാഷണൽ ബ്ലാക്ക് സീ യൂണിവേഴ്സിറ്റി.